പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിയോടി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണി, വളരെ വലിയൊരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ നിലം പതിച്ച ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? മറ്റു വിവരങ്ങൾ. അടുത്ത പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 വലിയൊരു ഭൂചലനം മ്യാൻമറിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. 7.7 തീവ്രതയാണ് ഈ ഭൂചലനം രേഖപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രകമ്പനം നിരവധി ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. സാഗൈ നഗരത്തിന് 16 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായും അതോടൊപ്പം തന്നെ 10 കിലോമീറ്റർ ആഴത്തിലുമാണ് ഈ പ്രഭവ കേന്ദ്രമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേയാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തിയത്. 7.7 തീവ്രത രേഖപ്പെടുത്തിയെന്ന കാര്യത്തിൽ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടാകുന്നു. കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീഴുന്ന ഭീകരമായ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ആളുകളെല്ലാം തന്നെ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരു കാര്യം കൂടി കണ്ടു. അതേസമയം തന്നെ വലിയ രീതിയിൽ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായില്ല, ആളപായം ഉണ്ടായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലായി എന്നതും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമുണ്ട്. എന്തായാലും ആളപായമില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ മ്യാൻമർ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഒരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും 12:50 അതായത് മ്യാൻമറിലെ പ്രാദേശിക സമയം 12:50 വലിയ രീതിയിലുള്ള ഒരു ഭൂചലനം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രകമ്പനം 900 കിലോമീറ്റർ അപ്പുറയുള്ള തായ്ലൻഡിലേക്കും നീങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം സാഗേ നഗരമാണ്. അവിടെ 10 കിലോമീറ്റർ ഭാഗത്താണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയൊരു ഭൂചലനമാണ് മ്യാൻമറിൽ ഉണ്ടായത്. 7.7 തീവ്രതയാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. വലിയ രീതിയിലുള്ള ഒരു ഭീകരമായ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഭീകരമായ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുന്നു. അതേസമയം തന്നെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. എന്തായാലും ഈ പാലങ്ങൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഭൂകമ്പത്തിന് പ്രകമ്പനം തായ്ലൻഡിലടക്കം അനുഭവപ്പെട്ടെന്നാണ് അറിയുന്ന വിവരം. എന്തായാലും കൂടുതൽ വിനോദസഞ്ചാരികളെല്ലാം തന്നെ എത്തുന്ന ഒരു മേഖല തന്നെയാണ് ഈ ബാങ്കോങ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രകമ്പനമുണ്ടായെന്നും ലഭിക്കുന്ന വിവരമുണ്ട്. എന്തായാലും വിവിധ മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിൽ ഈ ഭൂചലനത്തിന് പ്രകമ്പനം ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹരിത, അത് വലിയൊരു ഭൂചലനം തന്നെയാണ്.